Hello dear students, welcome to our YouTube channel. This is me, yours Vandana Miss from AAA Department of Franklin Lectures. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലെ ഗേറ്റ് സെക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം 2026 ഗേറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു റാപ്പിഡ് റിവിഷൻ പോലെയാണ് ടാർഗറ്റ് ഗേറ്റ് 26 അറേഞ്ച് ചെയ്തേക്കുന്നത്. അതില് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ 4 ആണ്. സെയിം സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്ട് ഇലക്ട്രോണിക്സുകാർക്കും പഠിക്കാനുണ്ട് അല്ലെ, അവർക്ക് അത് സെക്ഷൻ 2 ആണ്. അപ്പൊ രണ്ട് ഡിപ്പാർട്ട്മെന്റുകാർക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ കാണുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളും അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, നോട്ടിഫിക്കേഷൻ കിട്ടും, അറിയാമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യാം. IIT ഗുവാഹട്ടി ആണ് ഇപ്രാവശ്യം ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. 2010ലും 2018ലും ആണ് ഇതിനു മുമ്പ് അവർ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് അവര് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് LTI അല്ലെ, കൺവല്യൂഷൻ വരുന്നത്, പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോം, അതൊക്കെയാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം ഉണ്ട്, സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട് അല്ലെ. ഇതൊക്കെ അതിൽ വരുന്ന സെക്ഷൻസ് തന്നെയാണ്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ആ ഒരു റിവൈസ്, ഇനിയിപ്പോ എങ്ങോട്ട് റിവിഷൻ ആണല്ലേ, ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഏരിയാസ് നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടും കൂടി പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കൺസിഡർ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ x of t is equal to minus t square u of t plus 4 minus u of t minus 4, where u of t is the continuous time unit step function. Let del of t be the continuous time unit impulse function. The value of integral minus infinity to infinity x of t del of t plus 3 dt is അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് എന്താ ഉള്ളത് അവിടെ? ഒരാളെന്ന് പറയണത് നമ്മുടെ u of t അല്ലെ, u of t ക്ക് ഷിഫ്റ്റ് വന്നേക്കാണ്. u of t plus 4ഉം u of t minus 4ഉം. ദെൻ നമ്മൾ കൊടുക്കുന്ന അവിടെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ del of t ആണല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ബിടെക് പഠിച്ചപ്പോൾ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. u of t എന്ന് പറഞ്ഞ പോസിറ്റീവ് ആണ്. 0 above 0 t greater than 0 വരുമ്പോഴാണ് കിട്ടുന്നത്? വാല്യൂസ് ഉണ്ടാവുന്നത്. അതേപോലെ del എന്ന് പറയുന്നതോ del of 0 ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവിടെ വാല്യൂ ഉള്ളൂ അല്ലെ. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവണം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി പ്ലസ് 3 ഇൻറ്റു ഡി ടി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വാല്യൂ എന്താവണം? ടി പ്ലസ് 3 ഈക്വൽ ടു 0 വരണം അല്ലെ. അതായത് ടി പ്ലസ് 3 ഈക്വൽ ടു 0 വരണം. ടിയുടെ വാല്യൂ എന്ത് ചെയ്യണം? -3 വരണം. ഇങ്ങനെയാണ് നമ്മുടെ KTUവിന് നമ്മൾ പഠിച്ചതല്ലേ, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്നിട്ട് ടിക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് യു ഓഫ് ടി അല്ല തന്നേക്കുന്നത് എന്താണ്? -t സ്ക്വയർ യു ഓഫ് ടി പ്ലസ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് 4 എന്നാണ് അല്ലെ. അപ്പൊ യു ഓഫ് ടി പ്ലസ് 4ഉം ടി മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏതെടുത്തു? നമ്മുടെ സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യു ഓഫ് ടി എടുക്കുവാണെങ്കിൽ അല്ലെ, യു ഓഫ് ടി പ്ലസ് 4 എന്ന് പറയുമ്പോ +4 ഷിഫ്റ്റ് എന്തായി? +4. കൺസെപ്റ്റ് വൈസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നേ? അവിടെ ബസ് വരുന്നത് എന്തായി? പ്ലസ് ആയി. അതിനു മുമ്പേ വന്നു അല്ലെ. അപ്പൊ എന്ത് പറ്റും? അത് എവിടെ സ്റ്റാർട്ട് ചെയ്യും? -4 സ്റ്റാർട്ട് ചെയ്യും. അടുത്ത t - 4 എന്ന് പറഞ്ഞാൽ ബസ് ലേറ്റ് ആയിട്ട് വരും അല്ലെ. ടുവാർഡ്സ് അവിടെ വന്നു 4ലേക്ക് വന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇത് കിട്ടുക? വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. യു ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എവിടം തൊട്ട് എവിടം വരെയാ? -4 ടു എവിടം വരെയാണ്? 4 വരെയാണ് ഏത് വാല്യൂ വരുന്നത്? നമ്മുടെ എക്സ് ഓഫ് ടിയിലെ ഏത് പറയുന്നത്? 1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ദെൻ ഏതിലാ കാണണ്ടേ? t ഈക്വൽ ടു 3 ആവുമ്പോ അതിന്റെ വാല്യൂ എന്താ? 1 അല്ലേ. അപ്പം എക്സ് ഓഫ് ടി എന്ന് പറയുന്നിടത്ത് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാടാ? -t സ്ക്വയർ
ഇൻറ്റു യു ഓഫ് ടി. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമുക്ക് വാല്യൂ കിട്ടി. എന്താ കിട്ടിയേക്കുന്ന വാല്യൂ? 1 എന്ന് കിട്ടി. ടിക്ക് ഏത് വാല്യൂ കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്? -3 ഹോൾ സ്ക്വയർ അല്ലെ, ഓൾറെഡി മൈനസ് ഉണ്ട്. -3 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു -9. ക്ലിയർ ആണോ? കൺസെപ്റ്റ് റെഡി ആണല്ലോ? ഓപ്ഷൻസ് നോക്കടാ. -9 + 9 +3 -3. അപ്പൊ നെഗറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആൻസർ ഏത് വരും? -9 എന്ന് വരും. കൺഫ്യൂഷൻ -9 ആണോ 9 ആണോ എന്നുള്ളതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഗേറ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഈ 3യും -3യും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം അല്ലെ. ബാക്കി രണ്ടെണ്ണത്തിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നെഗറ്റീവ് -9 ആണ് വരിക. കേട്ടല്ലോ? ടിക്കാണ് വാല്യൂ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് യു ഓഫ് ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ ഡെൽ ഓഫ് ടിയുടെ, രണ്ട് എലമെന്ററി സിഗ്നലിന്റെ എന്താണ് ക്യാരക്ടർ ആണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതാണ്. ഇതെന്താ? ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 4 എണ്ണത്തിൽ നിന്നൊന്നും എടുക്കുകയാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കടാ. A continuous time periodic signal x of t is given by x of t is equal to 1 plus 2 cos 2 pi t plus 2 cos 4 pi t plus 2 cos 6 pi t അല്ലെ. If t is the time period of x of t, then evaluate. എന്ത് evaluate ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? 1/t integral 0 to t x of t square dt. ഇതെന്താ? നമുക്ക് പാർസേവൽസ് തിയറം അറിയാം അല്ലെ. നമ്മുടെ എനർജി കാണുന്ന ഇക്വേഷൻ ആണ് അല്ലെ, നമ്മുടെ പവർ കാണുന്ന ഇക്വേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ KTU പഠിച്ചാൽ നമ്മൾ ബിടെക്കിന് പഠിക്കുന്ന അതേപോലെ എന്താ, ഇതിനെ നമുക്കൊരു ഫൊറിയർ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് നമുക്ക് എന്തെടുക്കാം? നമുക്ക് ടൈം പീരീഡ് കാണും. ടൈം പീരീഡ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്തിട്ട് കോഎഫിഷ്യൻസിനെ കാണും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സിഗ്മ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി CK², CKയോ DKയോ ഏതാണോ നിങ്ങൾ കൊടുത്ത കോഎഫിഷ്യന്റിനെ ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ സ്ക്വയർ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് സൈൻ ഫങ്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ എന്താണ്? A²/2 ആണ്. A²/2 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? P of x of t is equal to, ഒന്നാമത്തെ എന്താ? 1 തന്നെ. അപ്പൊ 1 കിട്ടും. പ്ലസ് ഇതെന്താ? സൈൻ വേവ് ആണ് വരുന്നത് അല്ലെ, കൊസൈൻ അല്ലെ സൈൻ. അപ്പൊ എന്താണ്? A² എന്ന് പറയുമ്പോ ഇവിടുത്തെ A എന്താ? 2 അല്ലേ. അപ്പൊ 2 ആവുമ്പോ A²/2 എന്ന് പറയുമ്പോ 2² divided by 2 പ്ലസ് again 2² divided by 2 again 2² divided by 2. ഇത് നമ്മുടെ എന്താണ്? കൺവെൻഷണൽ മെത്തേഡ് ആണ്. ഇതാണ് നമ്മുടെ ഏത് ഇക്വേഷൻ ബേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ എന്ത് വരും? 1 + 2 + 2 + 2 which is equal to 7 വാട്ട് എന്ന് വരും. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഇതെന്താണ്? NAT ടൈപ്പ് ആണ് അല്ലെ. നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് വാല്യൂസ് അതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. ഇതിനെന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് റൗണ്ട് ഓഫ് ചെയ്യാൻ പറയുന്നത് ഏതിലേക്കാണെന്ന് നോക്കണം. റൗണ്ട് ഓഫ് ടു 2 ഡെസിമൽ ആണെങ്കിൽ എന്താണ്? ആ 2 ഡെസിമൽ അവിടെ കാണണം. അപ്പൊ 7.00 അല്ലെ. ഇതെന്താ വെച്ചേക്കുന്നത്? നിയറസ്റ്റ് ഇൻറ്റീജർ ആക്കി മാറ്റണം. അപ്പൊ നമുക്കൊരു ഇൻറ്റീജർ വാല്യൂ കിട്ടിയത് ഇൻറ്റീജർ വാല്യൂ ആണ്, അതിലേക്ക് കൊടുത്തു. ചിലപ്പോ എന്താണ് ചോദിക്കുക? റൗണ്ട് ഓഫ് ടു 1 ഡെസിമൽ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 ഡെസിമലേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ആ റൗണ്ട് ഓഫും കാര്യങ്ങളും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. റെഡി അല്ലേ? കൺസെപ്റ്റ് എളുപ്പമല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. ഇത് ഗേറ്റ് 2025 വന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പഠിച്ചാൽ നമുക്ക് ഗേറ്റ് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പഠിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സും അതിന് റെഡിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അഗൈൻ ABCD. അപ്പൊ എന്താ? ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചേക്കുന്നത്? എ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ദാറ്റ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നേക്കുന്നത് അല്ലെ. എന്താ തന്നേക്കുന്നത്? dy/dt plus 3y(t) is equal to 2x of t, where x of t is the input voltage and y of t is the output voltage. The impulse response of the system is, normally എക്സാമിന് ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം dy/dt നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക്
ലാപ്ലേസ് യൂസ് ചെയ്തിട്ടോ ഫ്രീക്വൻസി റെസ്പോൺസ് യൂസ് ചെയ്തിട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും എന്താ, dy of t dt നെ നമുക്ക് എങ്ങനെ എഴുതാം, s into y s dy of t by dt നെ s into y of s എന്ന് എഴുതാം അല്ലെ. പ്ലസ് എന്താണ് 3 into y of t. അപ്പൊ എന്താടാ 3 into y of s is equal to 2 into x of s. ഇമ്പൾസ് റെസ്പോൺസ് കാണാനാണ് ചോദിച്ചേക്കുന്നത്. y of s കാണാനാണ്. y of s കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് h of s. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് h of s ആണ്. h of s എന്ന് പറഞ്ഞാൽ എന്താ, y of s ഡിവൈഡ് അല്ലെ, y of s ഡിവൈഡഡ് ബൈ നമ്മുടെ വാല്യൂ എന്താടാ, നമ്മുടെ വാല്യൂ എന്താ x of s ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് എന്ത് എഴുതാം, y of s is equal to നമ്മുടെ വാല്യൂ എന്ത് വരും, 2 into x of s ഡിവൈഡഡ് ബൈ s plus 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പം h of s is equal to y of s divided by x of s is equal to എന്താണ് വരിക, 2 by s plus 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് എന്തെഴുതാം, h of t എഴുതി കൂടെ, അതിന്റെ ഇൻവേഴ്സ് കാണുക അല്ലെ. അപ്പൊ എന്ത് കിട്ടും, 2 into 1 by s plus എന്ന് പറഞ്ഞാൽ എന്താ, e raised to minus at u of t ആണ്. അപ്പൊ അങ്ങനത്തെ ഇക്വേഷൻസ്, പ്രോപ്പർട്ടീസ്, സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ ഇൻവേഴ്സ് ഫോം ആണെങ്കിലും അതേപോലെ ഇപ്പൊ ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അറിയണം കേട്ടോ. പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2 into e raised to minus 3t into u of t എന്ന് വരും. ദെൻ എന്ത് ചെയ്യാ, ഓപ്ഷൻ നോക്കുക ഏതൊക്കെയാടാ, 3 into e raised to minus 2t അല്ല 2 into ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഏതാ, 2 into e raised to minus 3t, u of t ഉണ്ട്, 2 into e raised to minus 3t ഉണ്ട്. ഏതാ ആൻസർ വരിക, e raised 2 into e raised to minus 3t u of t. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്, which of the following statement is or are true. ഇതൊരു MSQ ക്വസ്റ്റ്യൻ ആയിരുന്നു. MSQ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻ. അതായത് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 4 എണ്ണവും കറക്റ്റ് ആവാം, ചിലപ്പോൾ 2 എണ്ണേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ എത്ര എണ്ണം ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് പാർഷ്യൽ മാർക്കിംഗ് എന്തിലില്ല, MSQലില്ല, നെഗറ്റീവ് മാർക്കിംഗും ഇല്ല. നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്, ട്രൂ എന്ന് ചോദിച്ചേക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ഇഫ് ആൻ LTI സിസ്റ്റം ഈസ് കാഷ്വൽ ഇറ്റ് ഈസ് സ്റ്റേബിൾ. എന്താണ്, കോഷൽ സിസ്റ്റം ഉണ്ട്, അതേപോലെ സ്റ്റേബിൾ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരു LTI സിസ്റ്റം കോഷൽ ആണെങ്കിൽ അത് സ്റ്റേബിൾ ആവണം എന്നാണ്. അങ്ങനെ നിർബന്ധം ഇല്ല, രണ്ടും 2 പ്രോപ്പർട്ടി ആണല്ലേ. അപ്പൊ അവര് തമ്മിലുള്ള കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, അത് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ഏതാ ചോദിച്ചേക്കുന്നത്, അടുത്ത ഓപ്ഷൻ എന്താ, എ ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ഈസ് കോഷൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് റെസ്പോൺസ് ടു എ സ്റ്റെപ്പ് ഇൻപുട്ട് u of n is 0 for n less than 0. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് വരും, ശരിയാണ്, n less than 0 u of n 0 ആണല്ലോ എന്നുള്ള ഓർമ്മയിലേക്ക് വരും. അതിന്റെ ബിഹൈൻഡിൽ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതായത് ശരിക്കും നമ്മൾ കോഷലാന്ന് പറയുന്നത് എപ്പോഴാ, നമ്മുടെ റെസ്പോൺസിലെ h of n എന്ന് പറയുന്നത് എന്താടാ, ഈക്വൽ ടു 0 ആവണം. എപ്പോ, n less than 0 ആവുമ്പോ. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എങ്ങനെയാ വരിക, നമുക്ക് ഇവിടെ ഏത് യൂസ് ചെയ്യാം, നമ്മുടെ അവനോട് കൺവല്യൂഷൻ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ, എന്താണ്, 2 സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൺവല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് ടൈം വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, ഞാനിപ്പോ x of n ആണെങ്കിൽ ഞാൻ അതിനെങ്ങനെ എഴുതാം, x of n ഇൻറ്റു ഞാൻ എന്ത് കൺവല്യൂട്ടഡ് ഇൻറ്റു എന്തെന്ന് എഴുതിയടാ, h of n എന്ന് എഴുതി. ഓക്കെ, അപ്പൊ എഴുതുന്ന സമയത്ത് x of n എന്ന് പറഞ്ഞാൽ u of n അല്ലേ, അതെന്തായാലും 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ h of n എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുള്ളൂ, നമ്മുടെ എന്താണ് പോസിറ്റീവ് ഒറിജിൻ n ഗ്രേറ്റർ n ലെസ് ദാൻ 0 എന്ന് അങ്ങോട്ടായിരിക്കും എന്ത് വരിക, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതെന്താണ്, s of n എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, s of n ഈക്വൽ ടു 0 ലെസ് ദാൻ n ലെസ് ദാൻ 0. ക്ലിയർ ആണോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോ ഈ ഇക്വേഷൻ അല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണ്. ക്ലിയർ ആണോ, സെറ്റ് ആണോ, റെഡി ആണോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ u of n ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ അതുകൊണ്ട് h of n അല്ലേ 0 എടുക്കാറ് എന്നുള്ള ഡൗട്ട് വരുന്നവരോടാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി അതിന്റെ ഒപ്പം ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് കറക്റ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ.
ഇനി അടുത്തത്. അപ്പൊ ഇത് MSQ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിലും ചിലപ്പോൾ എന്തുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. എന്താണ്? If a discrete time LTI system has an impulse response h of n of finite duration, the system is stable. ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വായിക്കണം. ഇതിൽ എന്താ തന്നേക്കുന്നത്? h of n of finite duration എന്നാണ്. ഏതാണ്? അങ്ങനെയാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്താടാ? -∞ to ∞ h of n അല്ലെ? h of n ആവുമ്പോ എന്തോരും? നമ്മുടെ സിഗ്മ യൂസ് ചെയ്യണം അല്ലെ? രണ്ട് രീതിയിലുള്ളത്, കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലും. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആവുമ്പോഴാണ് ഇന്റഗ്രേഷൻ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏതായിരുന്നു? സിഗ്മ ആയിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഓൾറെഡി ബിടെക്കിന് പഠിച്ച അതേ കേസസ് തന്നെയാണ്. അപ്പൊ n equal to -∞ to ∞ h of n അല്ലെ? അതെന്ന് പറയുന്നത് എന്തായിരിക്കണടാ? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെന്നല്ല പറയുന്നത്. അതായത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ h of n ന്റെ വാല്യൂ ഞാൻ ഫൈനൈറ്റ് ഡ്യൂറേഷനിൽ ഞാൻ എന്തെടുത്തു? 1 -2 ∞ 3 എന്നെടുത്തു. അപ്പൊ നോക്കടാ, ഇത് ഫൈനൈറ്റ് ഡ്യൂറേഷനിലാ. പക്ഷെ ഇതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇൻഫിനിറ്റി എന്നാ കിട്ടുക. ഇൻഫിനിറ്റി കിട്ടി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആണോ? അല്ല. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ എന്ത് പറ്റും? MSQ അല്ലേ എന്നുള്ള ഓർമ്മയില് നമ്മൾ എന്ത് ചെയ്തു പോകും? അറിയാതെ ടിക്കിട്ട് പോകും. അപ്പൊ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ഓപ്ഷൻ നോക്കൂ. ഇഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് 0 less than h of n less than n അല്ലെ? ഫോർ ഓൾ n, എല്ലാ n-നും 0 തൊട്ട് 1 വരെയുള്ള ഒരു വാല്യൂ ഉണ്ട് അല്ലെ? then LTI സിസ്റ്റം ഈസ് സ്റ്റേബിൾ. അങ്ങനെയാണെങ്കിൽ LTI സിസ്റ്റം സ്റ്റേബിൾ ആവുമെന്ന് അവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ഏത് എക്സാമ്പിൾ എടുക്കാണ്? അടുത്ത എക്സാമ്പിൾ എടുക്കാണ്. ഏതെടുക്കാം? ഞാൻ എന്ത് ചെയ്തു? h of n എന്ന് പറയുന്നത് ഞാൻ ഏതെടുക്കാണ്ടാ? ഒരു 1/2 1/2 1/2 ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എന്തെഴുതു? അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെ? സമ്മേഷൻ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? അതെന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്കാ പോകുന്നത് അല്ലെ? അപ്പൊ ആ വാല്യൂ എവിടേക്ക് എത്തും? ഇൻഫിനിറ്റിയിലേക്ക് എത്തും അല്ലെ? അപ്പോഴും നമുക്ക് എന്ത് കിട്ടില്ല? സമ്മേഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടില്ല? ഫൈനൈറ്റ് വാല്യൂ കിട്ടില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താ? ദ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ ഓൾ n, എല്ലാ വാല്യൂ, ഫോർ ഓൾ n, എല്ലാ വാല്യൂലും 0 ന്റെ 1 ന്റെ ഇടയിലുള്ള ഏതോ ഒരു വാല്യൂ അല്ലെ? 0 ന്റെ 1 ന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ഞാൻ 1/2 എടുത്തു. ഫോർ ഓൾ n എടുക്കുമ്പോ എന്താണ്? സം എടുക്കുമ്പോ ഇൻഫിനിറ്റിയാ. അപ്പം അതുകൊണ്ട് ആ ഓപ്ഷൻ എന്താണ്? റോങ് ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MSQ ആണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എന്താവില്ല? നമുക്ക് എന്തുണ്ടാവില്ലടാ? എപ്പോഴും ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ ട്വിസ്റ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാം. കേട്ടല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിക്കണം. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ഹിന്റ് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഹിന്റും അവരെന്താ ഉദ്ദേശിച്ചതെന്നും ക്ലിയർ ആക്കണം കേട്ടോ. എളുപ്പമല്ലേ? സിഗ്നൽസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റും ആ ഇക്വേഷൻസും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പൊ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് റിവിഷൻ ടൈം ആണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഫോക്കസ് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഒന്നുകൂടി റിവൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലെറ്റ് continuous time signal x1 of t and x2 of t b. x1 of t യുടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താടാ തന്നേക്കുന്നത്? എവിടെയാ? 0 to 1 വരെ t ആണ്. 1 to 2 2 minus t ആണ്. then 0 ആണ് അതർവൈസ് ഉള്ള കേസസിൽ. then x2 of t എന്താ തന്നേക്കുന്നത്? 0 to 1 ൽ t ആണ്. 1 to 2 എന്താ? 2 minus t ആണ്. അതർവൈസ് എന്താ? 0 ആണ്. ക്ലിയർ ആണല്ലോ? കൺസിഡർ ദ കൺവല്യൂഷൻ. എന്താ ചോദിച്ചേക്കുന്നത്? കൺവല്യൂഷൻ y of t is equal to x1 of t into x2 of t. Then integral -∞ to ∞ y of t into dt is. അതായത് y of t എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ കൺവല്യൂഷൻ അല്ലേ? അപ്പൊ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? x1 of t യുടെയും x2 of t യുടെയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y of t കിട്ടില്ലേ? അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ ഓർമ്മയിൽ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? x1 of t എന്ത് ചെയ്യാൻ പോവാണ്? വരയ്ക്കാൻ പോവാണ്.
അപ്പൊ x1 ഓഫ് ടി വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ x1 ഓഫ് ടി എന്ന് പറയുന്നത്. ഏതൊക്കെയാ വാല്യൂ? 0 ഉണ്ട്, വാല്യൂസ് 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 0 to 1 എത്ര തന്നേക്കുന്നത്? 1 ആണ് വാല്യൂ തന്നേക്കുന്നത്. അപ്പൊ 0 to 1 എന്ന് പറയുന്നത് എത്ര വരുവാടാ? 1 വരും. ക്ലിയർ ആണല്ലോ? പിന്നെ എന്താ തന്നേക്കുന്നത്? 2 മൈനസ് ടി ആണ്. എവിടെ? 1 ആവുമ്പോ. അപ്പൊ 2 മൈനസ് 1 1 അല്ലെ? അപ്പൊ അതെവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 അല്ലേ? 1 അത് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 1 to 2 അതെന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ആവുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 1 to 2. ക്ലിയർ ആണല്ലോ? വൺ ടു 2. ഇതാണ് ഏത്? x1 ഓഫ് ടി എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ആരെ കാണാം? x2 ഓഫ് ടി കാണാം. x2 ഓഫ് ടി. x2 ഓഫ് ടിയിൽ നമുക്ക് എന്താ തന്നേക്കുന്നത്? അവിടെ വ്യത്യാസം എന്തേ ഉള്ളൂ? ടി ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അടുത്തൊരു സെക്ഷൻ 1 to 2 എന്താ? 2 മൈനസ് ടി തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ടി എവിടെയാ? അവിടെ വാല്യൂസ് ഏതൊക്കെയാ? 0 1 2 ആണ്. അവിടെ എന്താ? 0 to 1 എന്താ തന്നേക്കുന്നത്? ടി ആണ് തന്നേക്കുന്നത് അല്ലെ? ദെൻ 1 to 2 എന്താ തന്നേക്കുന്നത്? 2 മൈനസ് ടി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കൺവല്യൂഷൻ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ അല്ലെ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി y ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് എന്താടാ? ഏരിയ ഓഫ് x1 ഓഫ് ടി ഇൻറ്റു എന്താ? ഏരിയ ഓഫ് x2 ഓഫ് ടി. ഇനി ഏരിയ കാണാൻ നമുക്ക് അറിയാമല്ലോ, സിമ്പിൾ അല്ലേ? ഇവിടെ എന്താ? 2 കേസസ് ആയിട്ട് വരും അല്ലെ? 2 കേസസ് ആയിട്ട് വരും എന്ന് പറഞ്ഞാല് ഇവിടുത്തെ വാല്യൂ എന്താ? ഇതെന്താ? 1 ആണ് അല്ലെ? അപ്പം 0 to 1 ഇതിന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് പിന്നെ എന്താ? ഇത് ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ബി എച്ച് അല്ലെ? അപ്പൊ എന്ത് എഴുതാം? 1/2 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് വരും. ഇൻറ്റു ഏരിയ ഓഫ് 2. ഇതെന്താ? ഇത് ഓൾറെഡി ട്രയാങ്കിൾ ആണ്, ഹാഫ് ബി എച്ച് വരും. അപ്പൊ എന്ത് എഴുതാം? 1/2 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതാം. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 0.5 ഇൻറ്റു ഇതെന്താ? 1. 2 2 ക്യാൻസൽ 1 എന്ന് വരും. അപ്പൊ ആൻസർ എന്താ വരിക? 0.5 അല്ല, 0.5 അല്ല, 0.5 പ്ലസ് 1 ഇല്ലേ? 1 പ്ലസ് 0.5 1 പ്ലസ് 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 അല്ലെ? സിമ്പിൾ മാത്സിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ എന്താണ് നോക്കടാ? 1.5 2.5 3.5 4. ആൻസർ ഏതാ വരിക? 1.5 ആണ് എന്ത് വരിക? നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മയിൽ വരണം. ഏരിയ ഓഫ് എക്സ് ഓഫ് ടി ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ഔട്ട്പുട്ട്സ് ഓഫ് 4 സിസ്റ്റം. 4 സിസ്റ്റം തന്നിട്ടുണ്ട്. S1 S2 S3 and S4 corresponding to the input signal sin of t for all time t are shown in figure. Based on the given information, which of the 4 systems is R? അല്ലെ? is or R ആണ്. അപ്പൊ ഇതെന്താ? ഇത് എന്താണെടാ? ഒരു MSQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? മൾട്ടിപ്പിൾ സെലക്ഷൻ ആയിരുന്നു, MSQ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ദെൻ എന്താണ്? ഡെഫിനറ്റ്ലി നോട്ട് LTI. എന്താണ്? ലീനിയർ ടൈം ഇൻവേരിയന്റ് അല്ല. അതായത് ഇൻപുട്ടിന് വേരിയേഷൻ വരുന്ന അനുസരിച്ച് ഔട്ട്പുട്ടിന് എന്ത് വരില്ല? വേരിയേഷൻ വരില്ല അല്ലെ? അതാണ് ഏത്? LT എന്ന് പറയുന്നതാണ്, ടൈം വേരിയന്റ് എന്ന് പറയുന്നത്. അതാണ് കാണാൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ. ലീനിയർ ആൻഡ് ടൈം, ലീനിയറും ആവണം ടൈം ഇൻവേരിയന്റും ആവണം. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ചോദിച്ചേക്കുന്നത്? ആദ്യത്തെ എന്താ? S1 എന്ന് പറഞ്ഞ എന്താ? സൈൻ ഓഫ് ടി കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്ന എന്താ? സൈൻ ഓഫ് മൈനസ് ടി. അടുത്തെന്താ? സൈൻ ഓഫ് ടി കൊടുക്കുമ്പോ സൈൻ ഓഫ്
ടി പ്ലസ് 1. സൈൻ ടി കൊടുക്കുമ്പോ സൈൻ 2t. ദെൻ സൈൻ ടി കൊടുക്കുമ്പോ സൈൻ സ്ക്വയർ ഓഫ് ടി. അതായത് നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് LTI സിസ്റ്റം ആകണമെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് k ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന മോഡലാണ്. അതായത് അവിടെ എന്താ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വരാം, ഷിഫ്റ്റിങ്ങും വരാം. അങ്ങനെ വരുവാണെങ്കിൽ അതെന്താണ് LTI സിസ്റ്റം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മുടെ എന്ത് സിസ്റ്റം ആയിരിക്കും? ടൈപ്പ് വേരിയന്റ് സിസ്റ്റം ആണ് വരിക. അപ്പൊ അല്ലാത്ത രീതിയിൽ നമ്മൾ KTUവിന് പഠിച്ച പോലെ ബിടെക്കിന് പഠിച്ച പോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാം. ഏതാണ് വരുന്നത്? ഒന്ന് നോക്കൂ. ആദ്യത്തെ എന്താ? സൈൻ മൈനസ് ടി എന്ന് പറഞ്ഞ എന്താ? മൈനസ് സൈൻ ടി എന്നല്ലേ? മൈനസ് സൈൻ ടി. ഞാനതൊരു എക്സിന്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? y ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താടാ? മൈനസ് ഓഫ് എന്താണ്? എക്സ് ഓഫ് ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഏത് എഴുതാം? എക്സ് ഓഫ് മൈനസ് ടി എന്ന് എഴുതാം അല്ലെ? അപ്പൊ മൈനസ് ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ടിക്ക് ചേഞ്ച് വരുമ്പോ അല്ലെ ഇവിടെ എന്ത് വരും? ടിക്ക് ഇവിടുത്തെ ഇൻപുട്ടിന് എന്ത് പറ്റും? ചേഞ്ച് വരും അല്ലെ? അപ്പൊ ഇതെന്താണ്? ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് ആണ്. പക്ഷെ ഇതിന്റെ കേസ് ആണെങ്കിൽ അതെന്ത് കൂട്ടാൻ പറ്റില്ല, നമുക്ക് വേരിയന്റ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അടുത്ത രണ്ടാമത്തെ ഏതെടുക്കാം? രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏതെടുക്കാറാ? രണ്ടാമത്തെ എന്താ വെച്ചേക്കുന്നത്? സൈൻ ഓഫ് ടി പ്ലസ് 1. അപ്പൊ അതിനെ ഞാൻ എഴുതുമ്പോ എങ്ങനെ എഴുതാം? y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് 1 അല്ലെ? അപ്പൊ ടിക്ക് ഷിഫ്റ്റ് ഉണ്ടാവുമ്പോ അതേപോലെ ഇതിന് ഷിഫ്റ്റ് വരും. നമ്മുടെ ഇൻപുട്ടിന് ഷിഫ്റ്റ് വരുന്ന പോലെ തന്നെ ഇതിന് ഷിഫ്റ്റ് വരും. ഔട്ട്പുട്ടിന് എന്ത് വരും? ഷിഫ്റ്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ഏതായിട്ട് വരും? ഇതും ലീനിയർ ടൈം ഇൻവേരിയന്റ് ആവും. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ കേസ് ഏതാ? y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 2t ആണ് അല്ലെ? 2t ആവുന്ന സമയത്ത് ടിക്ക് ചേഞ്ച് വരുമ്പോ 2 ഓഫ് ടി പ്ലസ് 1 ആ വരുന്നത് അല്ലെ? അപ്പൊ അവിടെ എന്താ? ഡിഫറൻസ് ആ വരുന്നത് അല്ലെ? അവിടെ മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? അതുകൊണ്ട് അതിന് നമുക്ക് എന്താ പറയാം? ലീനിയർ ആണ്, വേരിയന്റ് ആണ്, ടൈം വേരിയന്റ് ആണ്. നാലാമത്തെ കേസിൽ എന്താ വരുന്നത്? y ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഓഫ് ടി ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ വരിക? നോൺ ലീനിയർ ആ വരിക. കാരണം എങ്ങനെയാ നമ്മൾ നോൺ ലീനിയാരിറ്റി കാണാറ്? y ഓഫ് 3 അല്ലെ y3 ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ കാണും? a1 y1 ഓഫ് ടി പ്ലസ് a2 y2 ഓഫ് ടി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോ ഇതെന്ത് കിട്ടും? നോൺ ലീനിയർ ആണ്, പക്ഷെ ടൈം എന്താണ്? ഇൻ വേരിയന്റ് ആണ്. കാരണം എന്താ? y ഓഫ് ടിക്ക് അനുസരിച്ച് തന്നെ ടി എന്ത് ചെയ്യുന്നുണ്ട്? ടി പ്ലസ് 1 ആണെങ്കിൽ അവിടെയും ടി പ്ലസ് 1 ആവുന്നുണ്ട് അല്ലെ? പക്ഷെ അതെന്താ? നോൺ ലീനിയർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെ വരും? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് വരടാ? S3 വരും, S4 വരും. അപ്പൊ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ട് ഇത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. അതല്ലാതെ നമുക്ക് ആസ് പെർ ഗേറ്റ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? ഇഫ് സിസ്റ്റം ഈസ് LTI for any സൈൻ ഓഫ് ഒമേഗ ടി. ചുരുക്കി എഴുതുന്നത് എന്ന് വെച്ചാൽ എനി സൈനസോയിഡൽ വേവ് ഫോം അത് എന്ത് ഫോമിലേക്ക് മാറ്റാം? k ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 കണ്ടോ? അപ്പം ഇവിടെ നോക്കടാ, ഇതെങ്ങനെയാ? അതാണ് എക്സ് വൈ ഓഫ് ടി എക്സ് ഓഫ് ടി അല്ലെ? ഒമേഗ ടി ഇതെന്താ? ഒമേഗ ടി പ്ലസ് 1 ഒമേഗ ടി പ്ലസ് 5 ആണ്. എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോ ഏതായി? ഇതെന്താ? k പുറത്താ, ഉള്ളത്തെ അല്ല. അപ്പൊ അതെന്തായി? ലീനിയർ ഇതാണ്, വേരിയന്റ് ആയി. അടുത്ത കേസിലോ ഒമേഗ ടി പ്ലസ് 5 അല്ലല്ലോ, ഇത് സ്ക്വയർ ആ വന്നേക്കുന്നത്. അപ്പൊ അതെന്താണ്? നോൺ ലീനിയർ ടൈം ഇൻവേരിയന്റ് ആയി. റെഡി ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെ വരും? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാടാ? ഒന്ന് S3 വരും, അതുപോലെ ഇത് വരും S4 വരും. കേട്ടോ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നേ? The continuous time unit impulse signal is applied as an input to a continuous time linear time invariant system S. The output is observed to be the continuous time unit step signal. Which one of the following statement is true? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? MSQ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ എന്താ ഫസ്റ്റ് ഓപ്ഷൻ എന്താ വെച്ചേക്കുന്നത്? എവരി ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈഡ് ടു എസ് റിസൾട്ട്സ് ഇൻ എ ബൗണ്ടഡ് ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പൊ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിനെയാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ? സ്റ്റേബിളിന്റെ കേസ് ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് എ
ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ വിച്ച് വെൻ അപ്ലൈഡ് ടു എസ് റിസൾട്ട്സ് ഇൻ ആൻ അൺബൗണ്ടഡ് ഔട്ട്പുട്ട് സിഗ്നൽ. ആദ്യത്തെ പറഞ്ഞേക്കുന്നത് എന്താ? എല്ലാ എന്താണ് ഇൻപുട്ട് സിഗ്നൽ ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നലും ബൗണ്ടഡ് എന്ന് വെച്ചാൽ അത് സ്റ്റേബിൾ ആണ് ആ സിസ്റ്റം എന്നാ പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താ? ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത് എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ അപ്ലൈയിങ് എനി ഇൻപുട്ട് സിഗ്നൽ ടു എസ്, എന്താണ് ഏത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും ഇത് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഓൾവേസ് ബൗണ്ടഡ്, ഏത് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് ബൗണ്ടഡ് ആയിട്ട് കിട്ടും. നാലാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത്? ഓൺ അപ്ലൈയിങ് എനി ഇൻപുട്ട് സിഗ്നൽ ടു എസ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഓൾവേസ് അൺബൗണ്ടഡ്. ഏത് സിഗ്നൽ കൊടുത്താലും, ഒരെണ്ണം ഒന്നല്ല, എല്ലാ സിഗ്നൽ എനി ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും അൺബൗണ്ടഡ് ആവണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്? തന്നിട്ടുള്ള സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് ആദ്യം എത്തുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? എഗെയിൻ ഒന്നും കൂടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. കാരണം സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണ്ടേ? സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസ് എടുക്കണം. സ്റ്റെബിലിറ്റിയുടെ ഇക്വേഷൻ അപ്പോഴേക്കും ഓർമ്മയിൽ വരണം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് എന്താ? ഒരു ഫൈനൈറ്റ് വാല്യൂ, ലെസ് ദാൻ ഇൻഫിനിറ്റി കാണിക്കുന്നത് എന്താ? ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ സ്റ്റേബിൾ ആവത്തുള്ളൂ. അത്ര ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുമ്പോൾ അവിടെ നോക്കുക. എന്താ അവിടെ കൊടുത്തേക്കുന്നത്? കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇമ്പൾസ് സിഗ്നൽ കൊടുക്കുവാണെങ്കിൽ അതെന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? എച്ച് ഓഫ് ടി തന്നെയാണ് അല്ലെ. ഇമ്പൾസ് സിഗ്നൽ എച്ച് ഓഫ് ടി ആണ്. ക്ലിയർ ആണല്ലോ. ദെൻ അവരെന്താ തന്നേക്കുന്നത്? അപ്ലൈഡ് ടു ആൻ ഇൻപുട്ട് ടു എ കണ്ടിന്യൂസ് ടൈം ലീനിയർ ഇൻവേരിയന്റ് സിസ്റ്റം, എസിലേക്ക് കൊടുത്തു. ദ ഔട്ട്പുട്ട് ഈസ് ഒബ്സർവ്ഡ് ടു ബി. ഈ എച്ച് ഓഫ് ടി എന്താന്ന് അവർ പറയണത്? ഔട്ട്പുട്ട് ഈസ് ഒബ്സർവ്ഡ് ടു ബി എന്താണ്? കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് സിഗ്നൽ എക്സ് ഓഫ് ടി അല്ലെ. അവിടുത്തെ വാല്യൂ എന്താണ്? എക്സ് ഓഫ് ടി അല്ല, യു ഓഫ് ടി അല്ലെ. അപ്പം എച്ച് ഓഫ് ടി ഈക്വൽ എന്താ തന്നേക്കുന്നത്? യു ഓഫ് ടി തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ കൊടുത്തു നോക്കാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു ഓഫ് ടി ഇൻറ്റു ഡി ടി ആണ്. അപ്പൊ യു ഓഫ് ടിയുടെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0 to ഇൻഫിനിറ്റിയെ വാല്യൂ ഉള്ളൂ അല്ലെ. വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ 0 to ഇൻഫിനിറ്റി 1 ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താടാ വരിക? ടി അപ് ടു ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അപ്പൊ വാല്യൂ എന്ത് വരും? ഇൻഫിനിറ്റിയിലേക്ക് വരും. എന്ന് വെച്ചാല് ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താടാ? അൺസ്റ്റേബിൾ ആണ്. ഉണ്ടോ? അപ്പൊ അൺസ്റ്റേബിൾ ആണ് സിസ്റ്റം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അതല്ലാന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. രണ്ടാമത് എന്താ തന്നേക്കുന്നത്? എന്താണ്? അൺസ്റ്റേബിളിന്റെ കേസാണ്. അപ്പം അതിന് ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് സ്റ്റേബിലിറ്റിന്റെ കാര്യമാണ്, സ്റ്റേബിൾ ആവുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതുമല്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ഓപ്ഷനിലേക്ക് കൂടി പോവാം. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കോ? ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് എ ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ എന്ന് വെച്ചാല് ഒരു ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ തന്നെ അതെന്താവാം? അൺബൗണ്ടഡ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാം. പക്ഷെ ഓപ്ഷൻ ഡിയിൽ എന്താ തന്നേക്കുന്നത്? ഓൺ അപ്ലൈയിങ് എനി ഇൻപുട്ട് സിഗ്നൽ ടു സിസ്റ്റം, ഏത് സിഗ്നൽ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടണം? അൺബൗണ്ടഡ് കിട്ടണം. അതല്ല ഓപ്ഷൻ വരിക. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. അതല്ല സ്റ്റെബിലിറ്റിയോട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. ഏതാണ്? ഏതാണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് എ ബൗണ്ടഡ് ഇൻപുട്ട് സിഗ്നൽ വിച്ച് വെൻ അപ്ലൈഡ് ടു എസ് റിസൾട്ട്സ് ഇൻ ആൻ അൺബൗണ്ടഡ് ഔട്ട്പുട്ട് സിഗ്നൽ. കേട്ടോ. അപ്പൊ ആ കൺസെപ്റ്റ് പക്ക ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകൾ നടത്തുക കേട്ടോ. ഈ ഒരു ടൈമില് 26 എക്സാം അടുത്ത സമയത്ത് ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക? നിങ്ങളിലേക്ക് കൂടുതൽ എത്തുക കേട്ടോ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഒക്കെ റെഡി അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നേ? The period of discrete time signal x of n described by the equation below is n. ടൈം പീരീഡ് കാണാൻ നമ്മൾ സിഗ്നൽസ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണല്ലേ, ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അത് തന്നെ ഇവിടെ ചെയ്താൽ മതി. എന്താ വെച്ചേക്കുന്നത്? റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ. എന്ത് ചെയ്താണ്? ഇത് കിട്ടുന്ന വാല്യൂനെ ഒരു ഇൻറ്റീജർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. NAT ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എന്താ? പ്രീവിയസ്ലി ചോദിച്ച ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കണം. നമുക്ക് എന്താ കാണാൻ ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം
പീരീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നായകൻ എന്ന് പറയുന്ന ആരാണ്? ഒമേഗ 0 ആണ് അല്ലെ. അപ്പൊ ഞാൻ ആദ്യം N1 എടുക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്താ? ഇത് 1 ആണ്. അതെന്താ? DC ആണ്. N2 എടുക്കുന്ന സമയത്ത് ഇതെന്താ? ഒമേഗ 0 n plus 5 എന്നല്ലേ. അപ്പൊ ഒമേഗ 0 എന്ന് പറയുന്നത് ഇവിടെ ആരാ? 15π/8 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2π/ ഒമേഗ 0 ആയതുകൊണ്ട് 2π/15 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 16/15. ഏത് വാല്യൂ കിട്ടും? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 16π. 16 ഇതെന്താണ്? ഇത് x of n ആണ്. അപ്പൊ നമുക്ക് ഒരു ഇന്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പം 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? 16 എന്നെടുക്കാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് ഞാൻ n3 എടുത്തു. n3 എന്ന് പറയുന്നത് 2π/ഒമേഗ 0. സിമ്പിൾ ആണ്. ഒമേഗ 0 എന്ന് പറയുന്നത് π/3 ആണ്. ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും അല്ലെ. ഇപ്പൊ രണ്ടും റാഷണൽ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ LCM കണ്ടാ പോരെ. അപ്പം LCM ഓഫ് ആരൊക്കെ കാണുക? 1 16 6 അല്ലെ. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഈസ് 48. ഇന്റീജർ വാല്യൂ ആണ്. അതെന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ കൺവല്യൂഷൻ, LTI സിസ്റ്റംസ് കേട്ടല്ലോ. അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു ഫസ്റ്റ് തന്നെ. ഫൊറിയർ ട്രാൻസ്ഫോം, പിന്നെ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോം ഉണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്, ഫൊറിയർ സീരീസ് ഉണ്ട്, സിഗ്നൽ ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ സാമ്പിളിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ സാമ്പിളിംഗ് ഒക്കെ ലെസ് ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് പറയുന്നില്ല. എങ്കിലും എന്ത് ചെയ്യാം? ആദ്യം എന്തായാലും റിവിഷൻ സെക്ഷൻ ആണ്. അപ്പൊ ആദ്യം ഈ ഒരു സെക്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? അടുത്തതിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നേ? ഗിവൺ f of t and g of t as shown below അല്ലെ. ഇത് IIT ഗുവാഹട്ടിയുടെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എന്താ ചോദിച്ചേക്കുന്നേ? f of t നമുക്ക് തന്നിട്ടുണ്ട്, g of t തന്നിട്ടുണ്ട്. g of t can be expressed as എന്താണ്? g of t യെ f of t യുടെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്യാം. എത്ര ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, എത്ര എക്സ്പാൻഡഡ് ആയോ, എത്ര കംപ്രസ്ഡ് ആയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ബേസിക് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കണം. 0 to 1 ആണ് ഏത് കിടക്കുന്നത്? f of t കിടക്കുന്നത്. ഇതോ 3 to 5 ആണ്. ഓപ്ഷൻസ് എങ്ങനെ വന്നേക്കുന്നേ? ഓപ്ഷൻ എ പറയുന്നത് g of t is equal to 2t minus 3 എന്നാണ്. അടുത്തത് എന്താ വന്നേക്കുന്നത്? ഓപ്ഷൻ ബിയില് f of t by 2 minus 3 എന്നാണ്. സിയിൽ എന്താ വരുന്നത്? f of 2t minus 3 by 2 ആണ്. അതെന്തായാലും അല്ല അല്ലെ. പിന്നെ ഓപ്ഷൻ ഡി എന്താ? f of t by 2 minus 3 by 2 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, 0 to 1 ആണ് അല്ലെ. 0 to 1 ഉള്ളത് ഇവിടെ എന്തായി? 3 to 5 ആയി. അതായത് അവിടെ ഷിഫ്റ്റിംഗ് നടന്നു. f of t minus 3 ആയി. ഉറപ്പാണല്ലോ? f of t minus 3 ആയി. പിന്നെ എന്താ വന്നേക്കുന്നേ? ഇവിടെ 0 to 1 1 ആയിരുന്നു. ഇവിടെ എന്താ പറ്റിയേക്കുന്നേ? 2 ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും കൺഫ്യൂഷൻ ആയി പോവരുത്. അവിടെ എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ടത്. അവിടെ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. അവിടെ എന്താണ്? t minus 3/2 എന്നാണ് വരിക. അപ്പൊ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി f of t by 2 minus 3/2 എന്ന് വരും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിലേക്ക് പോകും. അതായത് എന്താണ്? ടിക്ക് മാത്രം എന്ത് പറ്റും? കംപ്രഷൻ കൊടുക്കും കേട്ടോ. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? f of t by 2 minus എന്താണ്? 3/2 ആണ്. ഇതേപോലെ തന്നെ രണ്ട് വേവ് ഫോം തന്നിട്ട് f of t യും g of t യും ടേംസിലൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം കേട്ടല്ലോ. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇത് ഇതേപോലെ ഗേറ്റ് 2023 ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. g of t is equal to f of t by 2 minus 3/2. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? The Cauchy signal with z transform z square into z minus a all raised to minus 2 is u of n is the unit step signal. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ആ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? a square into u of n ഉണ്ട്, n+1 into a raised to n u of n ഉണ്ട്, n raised to -1 a raised to u of n ഉണ്ട്, n square a raised to n
യു ഓഫ് എൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എ റേസ് ടു എൻ യു ഓഫ് എൻ ആയിട്ട് ഇതിന് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. വേറെ നോക്കണം ഇവിടെ എൻ റേസ് ടു -1 എന്ന് വന്നേക്കുന്നത്. എൻ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അതെന്താ 1/n അല്ലേ. അപ്പൊ അറ്റ് 0 എടുക്കുന്ന സമയത്ത്, n-ന് 0 എടുക്കുന്ന സമയത്ത് ഈ വാല്യൂ എന്താ, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അവിടെ എന്താണ്, സെറ്റ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. എലിമിനേഷൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. എന്താണ് ചെയ്യുന്നത്, z സ്ക്വയർ അല്ലെ, നമ്മുടെ വാല്യൂ എന്താണ്, എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഓൾ റേസ് ടു -2 ആണ്. അപ്പൊ എല്ലായിടത്തും എ റേസ് ടു എൻ യു ഓഫ് എൻ കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കടാ, എ റേസ് ടു എൻ യു ഓഫ് എന്നിന് നമ്മൾ കൊടുത്തിരുന്ന വാല്യൂ, നമ്മുടെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ അല്ലേ. ക്ലിയർ അല്ലേ. ദെൻ നമുക്ക് എന്താ കാണണ്ടേ, സെഡ് സ്ക്വയർ വരണം അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇതിൽ ഞാൻ എന്ത് ചെയ്തു, എ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വരുന്നത്, ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് n ഇൻറ്റു എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ് വരുന്നത് അല്ലെ, സെഡ് ഇൻവേഴ്സ് ഓഫ് ടോം. അപ്പൊ ഈ ടേംസും ഇക്വേഷൻസ് ഒക്കെ എന്ത് വേണം, കൃത്യമായിട്ട് ഓർമ്മയിൽ വരണം. n ഇൻറ്റു എ റേസ് ടു എന്താണ്, n യു ഓഫ് n ആണ്. ദെൻ നമ്മൾ ഇവിടെ ഏത് പ്രോപ്പർട്ടി നോക്കിയാൽ എന്താണ്, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്, എഫ് ഓഫ് n പ്ലസ് 1 ആണെങ്കിൽ വാല്യൂ എന്താ, സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. ഇപ്പം എഫ് ഓഫ് n പ്ലസ് n0 എന്നാണെങ്കിലോ വാല്യൂ എന്താ, സെഡ് റേസ് ടു n0 എഫ് ഓഫ് സെഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഇക്വേഷൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാടാ, എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ഞാൻ എന്ത് ചെയ്തു, സെഡ് സ്ക്വയർ ആണല്ലേ. അപ്പൊ സെഡ് ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതി. എ എന്ന് എഴുതുന്നത് ജസ്റ്റ് അവിടെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാ, അത് എക്സ്പോണൻഷ്യൽ ആണ്, എ റേസ് ടു n വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് മാത്രമാണ്, അല്ലാതെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിക്ക് എന്തില്ല, അതിൽ പ്രത്യേകിച്ച് എന്തില്ല, എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പൊ എയിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, സെഡ് ഇൻറ്റു സെഡ് ആണ് അല്ലെ. അപ്പം എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, n പ്ലസ് 1 അല്ലെ. ഇവിടുത്തെ വാല്യൂ ഏതാ, സെഡ് റേസ് ടു n0 ആകുമ്പോ n പ്ലസ് n0 ആണ്. അപ്പൊ ഈ വാല്യൂ എന്ത് വരും, n പ്ലസ് n റേസ് ടു n എ റേസ് ടു n n പ്ലസ് 1 എ റേസ് ടു n ഇൻറ്റു യു ഓഫ് n എന്ന് വരും. ക്ലിയർ ആണല്ലോ. n പ്ലസ് n0. അപ്പൊ ആ വാല്യൂ എന്താ, സെഡ് റേസ് ടു 1 ആണ്. സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് വരണം അല്ലെ. സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡിന്റെ ഫോമിലേക്ക് വന്നു. അപ്പൊ സെഡ് റേസ് ടു 1 ആണ്. അപ്പൊ n പ്ലസ് n0 എന്ന് പറയുന്നത് n പ്ലസ് 1 ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ എന്താ, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആരാ, അതോടെ എന്താ, എ റേസ് ടു n യു ഓഫ് n ആണ് അല്ലെ. എ റേസ് ടു n യു ഓഫ് n ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, എ റേസ് ടു n യു ഓഫ് n എന്ന് കൊടുക്കാം. അപ്പൊ ഓപ്ഷൻ ഏതാടാ വരിക, ഓപ്ഷൻ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരും. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ബാക്കിയുള്ളതിന്റെ വാല്യൂസും കൂടി നമുക്ക് നോക്കി നോക്കാം. അതിലൊക്കെ ചോദിച്ചേക്കുന്നത് എ സ്ക്വയർ ഇൻറ്റു യു ഓഫ് n എന്നാ തന്നേക്കുന്നത് അല്ലെ. ഓപ്ഷൻ എ സ്ക്വയർ യു ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എ സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ആണ്. പിന്നെ അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്, ബി നമ്മുടെ ആൻസർ ആണ്. സി എന്ന് പറയുന്നത് n ഇൻവേഴ്സ് ആണ്, സെറ്റ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ഏതാ, n സ്ക്വയർ ഇൻറ്റു എ റേസ് ടു n യു ഓഫ് n അല്ലെ. n സ്ക്വയർ ഇൻറ്റു എ റേസ് ടു n വാല്യൂ എ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് എ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ ക്യൂബ് ആണ്. ഇതൊക്കെ എന്താ, പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് കേട്ടോ. അല്ലെ, ഇത് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോമിന്റെ കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻസിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തന്നാണ്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ, ഇഫ് u of t is the unit step function. Again എന്താ ചോദിച്ചേക്കുന്നത്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മുടെ u of t ആണ് ചോദിച്ചേക്കുന്നത്. Then the region of convergence, ROC, region of convergence of Laplace transform of the signal. Laplace transform of the signal. Signal ഏതാ,
എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താടാ ഇ റേസ് ടു ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് 10. അപ്പം ഒരു വാല്യൂവിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് അല്ലെ. അപ്പം ഈ ഒരു റേഞ്ചിലല്ലേ നമുക്ക് വാല്യൂ ഉണ്ടാവേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം കേട്ടോ. ഓപ്ഷനിൽ എന്തൊക്കെയാ വന്നേക്കുന്നത്? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെയുണ്ട് റീജിയൺ ഓഫ് കൺവേർജൻസ്. അടുത്തെന്താ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആവണം. ഓപ്ഷൻ സി എന്ന് വന്നേക്കുന്നത് എന്താ? എന്താണ് ലെസ് ദാൻ 1 ആവണം. ഓപ്ഷൻ ഡി വന്നേക്കുന്നത് എന്താ? 1നും 10നും ഇടയിൽ വരണം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓപ്ഷൻ ഡി എന്ന് വരും. അത് തെറ്റാണ്. ഓപ്ഷൻ എന്താ വരിക? ഇവിടെ നോക്കണം, നമ്മൾ വരച്ചു നോക്കണം. നമുക്ക് എന്താ തന്നേക്കുന്നത്? നമുക്ക് യു ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലെ. അവരെ ശ്രദ്ധിക്കണം. എന്താ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ തന്നേക്കുന്നത്? 1 മുതൽ 10 വരെയാണ് തന്നേക്കുന്നത് അല്ലെ. 1 മുതൽ 10 വരെ അതെന്താണ്? ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് അല്ലെ. ഫൈനൈറ്റ് വാല്യൂ ആണ്, 1 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് 1 ആണ്, ഇത് ടി അല്ലെ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്താ ഓർമ്മ വരിക? ഇ റേസ് ടു ടി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് എവിടം തൊട്ട് എവിടം വരെ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരുന്നത്. അതർവൈസ് എന്താ? ഇങ്ങോട്ടും 0 ഇങ്ങോട്ടും 0. അപ്പൊ അല്ലാത്ത സമയത്ത് ഇത് എന്താണ്? 0 ആണ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താ? നമുക്കൊരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ് തന്നതെങ്കിൽ അതിന്റെ ROC എന്ന് പറയുന്നത് എൻറ്റയർ എക്സ്പ്ലെയിൻ ആയിരിക്കും. ആ കൺസെപ്റ്റ് ഓർമ്മയിൽ വരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആയതുകൊണ്ട് ROC എന്ന് പറയുന്നത് അല്ലെ എന്താണ്? ഫോർ ഫൈനൈറ്റ് ഡ്യൂറേഷൻ ROC is in entire explain. ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടുത്തെ വാല്യൂ എന്തെഴുതാം? ഇവിടുത്തെ ഓപ്ഷൻ എന്തെഴുതാം? ഓപ്ഷൻ ഏതാ? മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ കേട്ടോ. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ കണ്ടിട്ട് ഏതിലേക്ക് പോകരുത്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എക്സ്പ്ലെയിൻ ലെസ് ദാൻ റിയൽ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുക്കരുത്. അതെന്താ? ടൈം പീരീഡ് ആണ് തന്നേക്കുന്നത്, അതിന്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് കേട്ടോ. അവിടെയാണ് ആ കൺഫ്യൂഷൻ വരിക. ഇങ്ങനെയാണ് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എളുപ്പമാക്കാൻ ഒരിക്കലും ഗേറ്റ് എക്സാം പ്രതീക്ഷിക്കുന്നത് പോവരുത് കേട്ടോ. എക്സാമില് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത്രയും പഠിച്ച് പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ ഓക്കെ. അല്ലാത്ത സമയത്ത് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടി വായിക്കണം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ എവിടെയെങ്കിലും എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ നോക്കണം കേട്ടോ. കാരണം ഫണ്ടമെന്റൽ ആയിട്ട് നല്ല അറിവുള്ളവരെയാണ് ഗേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണത്? സെലക്ടഡ് ആവുന്നത് അല്ലെ. അതിലെന്താണ്? ബേസ് വേണം. ആ ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണ്? കണക്ട് ചെയ്ത് ഇപ്പൊ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സിഗ്നൽസും കൺട്രോൾ സിസ്റ്റം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ പഠിച്ചു? നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ, LTI സിസ്റ്റം, കൺവല്യൂഷൻ, ലാപ്ലേസ്, ഫൊറിയർ ട്രാൻസ്ഫോം അല്ലെ, ഫൊറിയർ സീരീസ് എന്നൊക്കെ ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? ഓപ്ഷൻസിലേക്ക് നോക്കുക, അതേപോലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നോക്കിയതിനു ശേഷം ക്ലിയർ ആണ് ഉറപ്പാവുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഈ റൗണ്ട് ഓഫിന്റെ കേസിലൊക്കെ ചുമ്മാ മാർക്ക് പോകുന്നവരുണ്ട്. കറക്റ്റ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ 2 മാർക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിന് വെറുതെ എന്താ പറയുക മാർക്ക് പോവും. അപ്പൊ അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക, നിങ്ങളുടെ ബേസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇക്വേഷൻസ്, ട്രാൻസ്ഫോമേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ പിന്നെ കാണാം. ഓക്കെ, ദിസ് ഈസ് മീ യുവർ വന്ദന മിസ് സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. താങ്ക് യു.